ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു 50 years ഓൾഡ് ബിൽഡിംഗ് ആണ്. ഒരു പഴയൊരു ഓഡിറ്റോറിയമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പ്രൊജക്റ്റ് എന്നെ വന്ന് കമ്മിറ്റി അംഗങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് കാണുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. ക്ലയൻസ് വരുമ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ആകേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, ഇത് എങ്ങനെ വരണം എന്ന് ചോദിക്കുമ്പോൾ, ഇതിനകത്ത് ഫ്ലോറിംഗ് ഒക്കെ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഞങ്ങൾ ഫ്ലോറിംഗ് ഞങ്ങൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അതോടൊപ്പം വോള് ചോദിച്ചു, വോള് നമ്മൾ പഴയ പ്ലാസ്റ്റർ ടെക്സ്റ്റേഴ്സ് ആണ്, അതും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. സീലിംഗിൽ വേണമെങ്കിൽ കുറച്ച് മാറ്റാകാം. ഈ എല്ലാ എലമെന്റ്സും മാറ്റാതെ നമ്മൾ എങ്ങനെ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കുറച്ച് ടീഡിയസ് ടാസ്ക് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ പേര് സോണിയ ലിജേഷ്. കൊടകരയിൽ ക്രിയേറ്റീവ് ഇന്റീരിയോ എന്ന സ്ഥാപനം നടത്തുന്നു, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇന്നത്തെ പ്രൊജക്ട് ഇത്രയും പഴമയുള്ള നിലനിൽക്കുന്ന ബിൽഡിംഗ് വളരെ സിമ്പിൾ എഫക്റ്റോടുകൂടി ചെയ്തിരിക്കുന്ന വർക്കുകളിൽ ഒന്നാണ്. പിന്നെ അത് ചെയ്തിരിക്കുന്ന ചെറിയ മാറ്റങ്ങളാണ്. ഒരു വാളിലെ ടെക്സ്റ്റേഴ്സ്, ആ പ്ലാസ്റ്റർ ടെക്സ്റ്റേഴ്സ് അതുപോലെ തന്നെ റിമെയിൻ ചെയ്തു. പക്ഷെ ആ വാൾ പാറ്റേൺസിൽ കുറച്ചുകൂടെ ലൈറ്റിങ്ങിന് ഇവിടെ വന്ന് കാണുമ്പോൾ ഇതൊരു മൂടി കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒട്ടും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ലൈറ്റിംഗ് എഫക്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ആണ്. പ്ലസ് അതിനകത്ത് വന്നേക്ക് അക്കോസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ HVLS ഫാൻ മിഡിലോട്ട് കൊണ്ടുവന്നു. നമ്മൾ അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ട്സിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സീലിംഗ് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് ഇൻസുലേഷൻ ബോർഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഓൾറെഡി റൂഫിംഗ് ഷീറ്റ് നിലനിൽക്കുന്നതായിരുന്നു. അപ്പൊ അതിനെ ടച്ച് ചെയ്യാതെ നമ്മൾ ബോർഡ്സ് യൂസ് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റഡ് ബോർഡ്സ് ആണ്. അപ്പൊ അതിന്റെ ചൂടിന്റെ അംശം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ബോർഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ട്സിൽ ഒന്നാണ്. നമുക്ക് കാണാം. ഞാൻ കോതോങ്ങൽ ലാൻഡ്സിന്റെ ഗോൾഡൻ ജൂബിലി പ്രസിഡന്റ് ആണ്. എൻ്റെ സോണി എബ്രഹാം. ഞങ്ങളുടെ 50-ാം വർഷത്തിൽ ഈ ക്ലബിനെ എങ്ങനെ ഒന്ന് മോടി പിടിപ്പിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ പല ഇന്റീരിയർ ഡിസൈനേഴ്സിനെ പോയി കണ്ടു. അന്നേരമാണ് കൊടകരയിലെ ക്രിയേറ്റീവ് ഇന്റീരിയറിലെ മിസ്സിസ് സോണിയ ലിജേഷിന്റെ നമ്പർ കിട്ടി. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി കുറെ വർക്കുകൾ കണ്ടു. വർക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ വർക്കുകളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വർക്ക് കൊടുത്തു. അപ്പൊ കറക്റ്റ് ബഡ്ജറ്റിനുള്ളിൽ, ഞങ്ങളുടെ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ താഴെ തന്നെ വളരെ ടൈംലി ആയിട്ട് ഞങ്ങൾക്ക് ആ വർക്ക് തീർത്തു തന്നു. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ബാക്കി എല്ലാവരും വർക്കുകൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ വർക്കിന്റെ ഡ്രോയിങ്സിനൊക്കെ അവരെ വിളിച്ചുകൊണ്ടിരിക്കണം. ഇത് ഞങ്ങൾക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് വർക്ക് തന്ന് പലപ്പോഴും ഇവിടെ വന്ന് ഇതിന്റെ കംപ്ലീറ്റ് മേൽനോട്ടം വഹിച്ച് ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഭംഗിയായിട്ട് തന്നെ തീർത്തു തന്നു. ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഞങ്ങൾക്ക് കയറി വന്ന എൻട്രൻസിന്റെ സ്റ്റൈല് മാറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കയറി വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ എക്കോ. എത്ര പേരും ഒന്ന് നോക്കിയിട്ട് എക്കോ മാറുന്നുണ്ടായിരുന്നില്ല. എക്കോയും വളരെ ക്ലീൻ ആയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഞങ്ങൾ 101 മെമ്പേഴ്സ് ഉള്ള ക്ലബ്ബാണ്. 101 മെമ്പേഴ്സിനും സോണിയയുടെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.